സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വൺ പീസിലെ നമ്മുടെ യോങ്കോസ് അല്ലെങ്കിൽ എംബറേഴ്സും അതുപോലെ തന്നെ നമ്മുടെ നറൂട്ടോലെ 7 ഹൊക്കാഗേസും തമ്മിലൊരു ഫൈറ്റ് നടന്ന ആരൊക്കെയായിരിക്കും വിജയിക്കാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഓരോ ഹൊക്കാഗേസും ഓരോ എംബറേഴ്സും ആയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഹാഷിറാമ, കായിഡോ അങ്ങനെ ഓരോരുത്തരായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫൈറ്റിന്റെ ഒടുവിൽ ആരായിരിക്കും വിജയിക്കാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓരോരുത്തരുടെ പവറും കൃത്യമായിട്ട് എടുത്ത് പറയുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്കോ. ഈ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ കിങ് ഓഫ് ദ ബീസ്റ്റ് കായിഡോയു, അതുപോലെ തന്നെ നമ്മുടെ ഹാഷിറാമ സെഞ്ചു ആണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്ത ആരായിരിക്കും വിജയിക്കുക നോക്കാം. ആദ്യം നമുക്ക് കായിഡോയുടെ എബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. കായിഡോയുടെ കയ്യിൽ ഒരു മിത്തിക്കൽ സ്വയം ഡെവിൽ ഫ്രൂട്ട് ഉണ്ട്. അത് മാത്രമല്ല, ഈ ഡെവിൽ ഫ്രൂട്ട് വെച്ച് നമ്മുടെ കായിഡോന് ഒരു ഹൈബ്രിഡ് ഫോമോ അതുപോലെ തന്നെ ഒരു ഡ്രാഗൺ ഫോമും ഉണ്ട്. ഈ ഡ്രാഗൺ ഫോമിൽ എടുക്കുമ്പോൾ നമ്മുടെ കായിഡോന് പറക്കാൻ പറ്റും. അത് മാത്രമല്ല, ഡ്രാഗൺ ട്വിസ്റ്റർ അതുപോലെ തന്നെ ബ്ലാസ്റ്റ് ബ്രീത്ത് അതുപോലത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് പവറുള്ള ഒരുപാട് എബിലിറ്റീസും ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ കായിഡോയുടെ എബിലിറ്റീസ് 3 തരത്തിലുള്ള ഹാക്കിയിലും നമ്മുടെ കായിഡോ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതേസമയം നമ്മൾ ഹാഷിറാമ സെഞ്ചുവിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹാഷിറാമ അറിയപ്പെട്ടിരുന്നത് തന്നെ ഗോഡ് ഓഫ് ഷിരോബി എന്നാണ്. അത് മാത്രമല്ല, ഹാഷിറാമയ്ക്കായിക്കോട്ടെ എക്സ്ട്രീം റീജനറേഷൻസും അതുപോലെ വുഡ് റിലീസ് അതുപോലെ തന്നെ സേജ് മൂഡ് ഇത് പിന്നെ ഇൻഫിനിറ്റ് ചാക്ര പിന്നെ അതുപോലെ തന്നെ 5 ചാക്ര നേച്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരു വലിയൊരു സ്റ്റാച്യൂനെ സമ്മൺ ചെയ്ത് എത്ര വലിയ ഓപ്പണൻ്റ് ആയിക്കോട്ടെ നമ്മുടെ ഹാഷിറാമയ്ക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട്, മാഡ്രേയും കുറോമയും വന്നിട്ട് വരെ നമ്മുടെ ഹാഷിറാമ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലൊരു പ്യുവർ ബാറ്റിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഫൈറ്റ് തീർച്ചയായിട്ടും ഡ്രോ ആവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേങ്കിൽ നമ്മുടെ ഹാഷിറാമയ്ക്ക് ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹാഷിറാമയ്ക്ക് ഒരുപാട് സീലിംഗ് ജുട്സൂസ് അറിയാം. അത് വെച്ച് നമ്മുടെ കായിഡോനെ നമ്മുടെ ഹാഷിറാമയ്ക്ക് സീൽ ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിൻ്റെ ഔട്ട്കം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹാഷിറാമ തന്നെ വിജയിക്കുമെന്നാണ്. കായിഡോ ബ്രൂട്ട് സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ ഹാഷിറാമയെക്കാളും പവർഫുൾ ആണെങ്കിലും ഹാഷിറാമയ്ക്ക് റീജനറേഷനും ഇൻഫിനിറ്റ് ചാക്രയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മുടെ കായിഡോൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സെക്കൻഡ് ഹൊക്കാഗയായ ടോബിറാമയും അതുപോലെ തന്നെ നമ്മുടെ ബഗ്ഗീത ക്ലൗണും. ബഗ്ഗിയുടെ ക്ലൗഡിൻ്റെ പവർ കുറച്ച് ഓവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബഗ്ഗീനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ബഗ്ഗിയുടെ റൈറ്റ് മാൻ ആയിട്ടുള്ള നമ്മുടെ മിയോക്കിനെയാണ് എടുക്കാൻ പോകുന്നത്. സോ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ ആരായിരിക്കും വിജയിക്കുക അതും നമുക്ക് നോക്കാം. നമ്മളിവിടെ മീഹോക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മീഹോക്ക് വൺ പീസ് വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് സ്പോർട്സ്മാൻ ആണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഹാക്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ വൺ പീസ് വേഴ്സിലെ തന്നെ ടോപ്പ് സെക്കൻഡ് ആവാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് മീഹോക്ക്. അത് മാത്രമല്ല, നമ്മുടെ മീഹോക്കിന് കോങ്കറർ ഹാക്കി ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും അതുണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതേ സമയം നമുക്ക് നമ്മുടെ ടോബിറാപ്പിനെ നമ്മുടെ നറൂട്ടോല ഐൻസ്റ്റീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു ക്യാരക്ടർ അത്രയധികം ജുട്സൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പലതും വളരെ ബ്രോക്കൺ ആയിട്ടുള്ളതാണ്. ലൈക്ക് ഷാഡോ ക്ലോൺ, എഡോ ടെൻസെ, അതുപോലെ തന്നെ ഫ്ലൈയിങ് തണ്ടർ ഗോഡ്, ഇതുപോലത്തെ ഒരുപാട് ജുട്സൂസ് നമ്മുടെ ടോബിറാമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ മീഹോക്കിന് ഒബ്സർവേഷൻ ഹാക്കിയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ടോബിറാമയുടെ അധിക അറ്റാക്സും പ്രിഡിക്റ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ ടോബിറാമ തൻ്റെ അവസാനത്തെ ട്രം കാർഡ് യൂസ് ചെയ്യും, എഡോ ടെൻസെ. അത് വെച്ച് തൻ്റെ ബ്രദറിനെ നമ്മുടെ ടോബിറാമ സമ്മൺ ചെയ്യുകയും ഫൈറ്റ് ഈസി ആയിട്ട് തന്നെ വിജയിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മീഹോക്കിൻ്റെ മുഴുവൻ എബിലിറ്റീസ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ അതൊക്കെ റിവീൽ ആകുമ്പോൾ ഈ ഒരു ഫൈറ്റിൻ്റെ ഔട്ട്കം നല്ല രീതിക്ക് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ബീഡ് അഥവാ എഡ്വേർഡ് ന്യൂഗേറ്റ് പിന്നെ നമ്മുടെ ഹിറോസൻ സാറോട്ടോബിയോ. ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ ആരായിരിക്കും വിജയിക്കുക? ഇവർ രണ്ടുപേരും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതുപോലെ തന്നെ രണ്ടുപേർക്കും നല്ല രീതിക്കുള്ള വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരായിരിക്കും ഫൈറ്റ് ചെയ്താൽ വിജയിക്കുക അതും നമുക്ക് നോക്കാം. ഒരു ടൈമിൽ നമ്മുടെ ഹിറോസൻ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ഗോഡ് ഓഫ് ഷിനോബി എന്നും അതുപോലെ തന്നെ നമ്മുടെ ലീഫ് വില്ലേജിലെ എല്ലാ ജുട്സൂസും നമ്മുടെ ഹിറോസൻ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ റിപ്പർ ഡെത്ത് സീലാണ്. പിന്നെ നമ്മുടെ ഹിറോസൻ്റെ സമണിങ് ആയ എമ്മ അതുപോലെ തന്നെ ഹിറോസൻ 5 ചാക്ര നേച്ചേഴ്സും മാസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. തന്നെ നമ്മുടെ ഹിറോസനെ ഒരു ബ്രോക്കൺ ഷിനോബിയാക്കി മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് ബീഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വൺ പീസിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് മാൻ എന്നായിരുന്നു നമ്മുടെ വൈറ്റ് ബീഡ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ വൺ പീസിലെ സുപ്രീം ഗ്രേഡ് വെപ്പൺസിൽ ഒന്നായിട്ടുള്ള ഒരു വെപ്പണും അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഡെവിൽ ഫ്രൂട്ടും നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ 3 ടൈപ്പ് ഓഫ് ഹാക്കീസും നമ്മുടെ വൈറ്റ് ബീഡ് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റ് ബീഡിൻ്റെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ മാത്രം വെച്ച് ഒരു ഐലൻഡ് തന്നെ നമ്മുടെ വൈറ്റ് ബീഡിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. സോ ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫൈറ്റ് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതായിരിക്കും. കാരണം ഹിറോസിന് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവറിനെ കൗണ്ടർ ചെയ്യാൻ ഒരു എബിലിറ്റി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഹിറോസൻ സാറോട്ടോബിനെ നമ്മുടെ വൈറ്റ് ബീഡ് ഈസി ആയിട്ട് ക്രഷ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഫൈറ്റിൻ്റെ വിന്നർ മറ്റാരുമല്ല നമ്മുടെ വൈറ്റ് ബീഡ് തന്നെയായിരിക്കും. അടുത്ത ഫൈറ്റ് നമ്മുടെ അക്കാകാമിനോ ഷാങ്സും അതുപോലെ തന്നെ നമ്മുടെ ഫോർത്ത് ഹൊക്കാഗയായ മീനറ്റോ നാമിക്കാസയും തമ്മിലാണ്. ആദ്യം നമുക്ക് മീനറ്റിനെ കുറിച്ച് തന്നെ നോക്കാം.
മീനറ്റോനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മീനറ്റോൻ്റെ പവേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. റെസിംഗ് ആൻഡ് ഫ്ലൈയിങ് തണ്ടർ ഗോഡ്, അതുപോലെ റിപ്പർ ഡെത്ത് സീലി, അതുപോലെ KCM മോഡ്, സേജ് മോഡ്, ഇതുപോലെ ഒരുപാട് എബിലിറ്റീസ് നമ്മുടെ മീനറ്റോനുണ്ട്. നമ്മുടെ നറൂട്ടോ വേഴ്സിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഷിനോബിയാണ് നമ്മുടെ മീനറ്റോ. ഇതേ സമയം നമ്മുടെ ഷാങ്ക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിലോ, ഷാങ്ക്സും ഇതുപോലെ തന്നെയൊക്കെയാണ് നമ്മുടെ ഷാങ്ക്സിൻ്റെ അവസ്ഥ. നമ്മുടെ വൺ പീസ് വേൾഡിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് യോങ്കോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുമാത്രമല്ല അഡ്വാൻസ് ലെവലിൽ 3 ഹാക്കിയും മാസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാങ്ക്സിൻ്റെ ഹാക്കിനെ ജോയ് ബോയുടെ ഹാക്കിയായിട്ട് വരികയാണ് കമ്പയർ ചെയ്യാറ്. പിന്നെ നമ്മുടെ ഷാങ്ക്സിൻ്റെ ഒബ്സർവേഷൻ ഹാക്കി എടുത്ത് പറയണതാണ് ഷാങ്ക്സിന് ഫ്യൂച്ചർ കാണാൻ പറ്റും. പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മീനറ്റോയുടെ എല്ലാ മൂവ്സും നമ്മുടെ ഷാങ്ക്സിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷാങ്ക്സിന് നമ്മുടെ മീനറ്റോയുടെ എല്ലാ അറ്റാക്കും ഡോജ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം സംഭവം തന്നെയായിരിക്കും നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ മീനറ്റോനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നടക്കുക. ഷാങ്ക്സിന് ഫ്യൂച്ചർ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ മീനറ്റോൻ്റെ സ്പീഡ് അതുപോലെ തന്നെ റിഫ്ലക്സും നമുക്കറിയാം എത്രമാത്രം ബ്രോക്കൺ ആണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ അറ്റാക്സും നമ്മുടെ മീനറ്റോയും ഡോച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പലരും പറയും നമ്മുടെ ഷാങ്ക്സ് കീസരിയുടെ സ്പീഡുമായിട്ട് കീപ്പപ്പ് ചെയ്തുകൊണ്ട് തന്നെ മീനറ്റോയുമായിട്ടും പറ്റുമെന്ന്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കീസരി ഒരു ലേസി ക്യാരക്ടറാണ്. നമ്മുടെ മീനറ്റോ എത്രമാത്രം സ്മാർട്ട് ആണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മീനറ്റോനെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഷാങ്ക്സിന് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമായിരിക്കും. സോ ഈ ഒരു ഫൈറ്റ് എനിക്ക് തോന്നുന്നത് ഒരു ഡ്രോ ആയിരിക്കും എന്നാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെയുള്ളൊരു ഫൈറ്റ് നമ്മുടെ ലേഡി സുനാഡയും അതുപോലെ തന്നെ നമ്മുടെ ബിഗ് മാമും തമ്മിലാണ്. ഈ ഒരു ഫൈറ്റിൽ ആരായിരിക്കും ചെയ്യുക? ഇവർ രണ്ടുപേരുടെ എബിലിറ്റീസ് ബ്രോക്കൺ ആണ്. പക്ഷേ ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ബിഗ് മാമിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനിയിപ്പോൾ നമ്മൾ സുനാഡേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സുനാഡയുടെ കയ്യിൽ വലിയൊരു മിൽക്ക് ഫാക്ടറി തന്നെയുണ്ട്. സോറി ഐ മീൻ നമ്മുടെ സുനാഡയുടെ കയ്യിൽ ഒരുപാട് ജുഡ്സൂസ് ഒക്കെ ഉണ്ട്. മെയിൻ ജുഡ്സു എന്ന് വെച്ചാൽ നമ്മുടെ 1000 ടൈം ഹീൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ജുഡ്സു ആണ്. പിന്നെ ലേഡി കാർഡ്സുവിനെ നമ്മുടെ സുനാഡയ്ക്ക് സമ്മൺ ചെയ്യാൻ പറ്റുമോ. അതുകൊണ്ട് തന്നെ ആ ഒരു ബീനെ വെച്ചിട്ട് ഡെഡ്ലി ആയിട്ടുള്ള അറ്റാക്സും നമ്മുടെ സുനാഡയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സുനാഡയുടെ സ്ട്രെങ്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രമാത്രം ബ്രോക്കറാണ്. നമുക്കറിയാം നമ്മുടെ മാഡയുടെ സൂസമ വരെ നമ്മുടെ സുനാഡ ക്രഷ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സുനാഡയുടെ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇതേ സമയം നമ്മുടെ ബിഗ് മാമിനെ നോക്കുകയാണെങ്കിൽ ബിഗ് മാമിൻ്റെ ബോഡി തന്നെ ഒരു ഷീൽഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആർമമെൻ്റ് ഹാക്കി പോലും നമ്മുടെ ബിഗ് മാമിന് യൂസ് ചെയ്യേണ്ട ആവശ്യം പ്രത്യേകിച്ച് വരില്ല. പിന്നെ 3 ടൈപ്പ് ഓഫ് ഹാക്കി, പിന്നെ ഒരു പവർഫുൾ ഡെവിൽ ഫ്രൂട്ട്, പിന്നെ മറ്റുള്ളവരുടെ ലൈഫ് സ്പാം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് മാമിൻ്റെ ഹോമീസ്. അപ്പോൾ ഈ ഹോമീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബിഗ് മാമിന് നല്ല രീതിക്കുള്ളൊരു ഫൈറ്റ് അഡ്വാൻറ്റേജ് നമ്മുടെ സുനാഡയോട് കിട്ടുന്നതായിരിക്കും. പിന്നെ ആ ബിഗ് മാമിൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവർ കൊണ്ട് നമ്മുടെ സുനാഡയ്ക്കെതിരെ വലിയൊരു ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു വിൽ പവറുള്ള ക്യാരക്ടറായിരുന്നു നമ്മുടെ സുനാഡ്. അതുകൊണ്ട് തന്നെ ആ ഡെവിൽ ഫ്രൂട്ട് കൊണ്ട് വലിയൊരു ഉപകാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ നമ്മുടെ ബിഗ് മാമിൻ്റെ ഡ്യൂറബിലിറ്റിയോ അതുപോലെ തന്നെ സ്റ്റാമിനയും നമ്മൾ എടുത്ത് പറയണം. ബിഗ് മാം നമ്മുടെ കൈഡോയുടെ കൂടെ 3 ദിവസത്തോളാണ് ഫൈറ്റ് ചെയ്തത്. അത്രയൊന്നും നേരം നമ്മുടെ ബിഗ് മാമിൻ്റെ കൂടെ നമ്മുടെ സുനാഡയ്ക്ക് എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ ഈ ഒരു ഫൈറ്റിൽ ഫൈനലി നമ്മുടെ സുനാഡനെ നമ്മുടെ ബിഗ് മാം ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ 6th ഹൊക്കാഗെയായ കക്കാഷി ഹാറ്റക്കയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡും. ഈ ഒരു ഫൈറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ആയിരിക്കും. നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ എബിലിറ്റീസും ഡേഞ്ചറാണ്, അതുപോലെ തന്നെ കക്കാഷിയുടെ എബിലിറ്റീസും ഡേഞ്ചറാണ്. അതുകൊണ്ട് ഈ ഒരു ഫൈറ്റും വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയായിരിക്കും. ഈ ഒരു ഫൈറ്റിൻ്റെ ഔട്ട്കം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. ആദ്യം നമുക്ക് നമ്മുടെ കക്കാഷിയുടെ എബിലിറ്റീസിനെ കുറിച്ചൊന്ന് നോക്കാം. കക്കാഷിയുടെ എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരിക നമ്മുടെ ചിഡോരിയാണ്. ചിഡോരി മാത്രമല്ലാതെ ഒരുപാട് എബിലിറ്റീസ് നമ്മുടെ കക്കാഷിക്ക് ഉണ്ട്. കാമോയി, ശരിക്കാൻ വെച്ചിട്ടുള്ള മറ്റുള്ള എബിലിറ്റീസ്, അതുപോലെ കോപ്പി ചെയ്തിട്ടുള്ള 1000 ജുട്സൂസ്, പിന്നെ നമ്മുടെ DMS കക്കാഷി ആകുന്ന സമയത്തുള്ള സൂസനോ, അതുപോലെ തന്നെ അപ്പയുള്ള ഈ റൈക്കിരി, അതൊക്കെ വളരെ ബ്രോക്കൺ ആയിട്ടുള്ള എബിലിറ്റീസാണ്. ഇതേ സമയം നമ്മുടെ ബ്ലാക്ക് ബീഡും കുറച്ച് കുറവൊന്നുമല്ല. ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിൽ 2 ഡെവിൽ ഫ്രൂട്ട്സ് ഉണ്ട്. അത് 2 ടൈപ്സ് ഹാക്കിയിലും നമ്മുടെ ബ്ലാക്ക് ബീഡ് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ ഫൈറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഫുൾ പവർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുള്ള പവറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീഡ് വളരെ സ്ട്രോങ് തന്നെയാണ്. പിന്നെ നമ്മുടെ യാമി നോമിയുടെ പവർ വെച്ച് ഡെവിൽ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കക്കാഷിക്ക് അതൊരു പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കക്കാഷിക്ക് വാട്ടർ ഡ്രാഗൺ പോലുള്ള ജുട്സൂസ് ഈ ഒരു ബാറ്റിൽ നല്ല രീതിക്ക് ഉപകാരപ്പെടും. ഈ ഒരു ഫൈറ്റ് കടലിൻ്റെ അടുത്തൊക്കെ വെച്ചാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ കക്കാഷി ഈസി ആയിട്ട് തന്നെ ഈ ഫൈറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിലുള്ള ഗോറു നോമി ഒരു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കാം നമ്മുടെ കക്കാഷിക്ക്. പക്ഷേ നമ്മുടെ കക്കാഷിനെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ബിയർഡിൻ്റെ ഓരോ അറ്റാക്സും നമ്മുടെ കാമോയി വെച്ച് നമ്മുടെ കക്കാഷിക്ക് ഡോച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു എബിലിറ്റീൻ്റെ വീക്ക്നെസ് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടി വരും. കാരണം നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ഒരു സ്ട്രാറ്റജി മാസ്റ്റർ ആണെങ്കിലും അത്രമാത്രം IQ ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിലിൻ്റെ ഇടയിൽ നമ്മുടെ കക്കാഷിയുടെ കാമോയുടെ വീക്ക്നെസ് കണ്ടെത്തുന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിന് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ നമ്മുടെ പെർഫെക്റ്റ് സൂസനോനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. ആ സൂസനോടെ ഒരു അറ്റാക്ക് കൊണ്ടാൽ പോലും നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കഥ അവിടെ കഴിയുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ കക്കാഷിക്ക് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ഈസിലി തൻ്റെ കാമോയി ഡയമെൻഷനിൽ കൊണ്ടിട്ടാലും മതി. അവിടെ നിന്ന് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ എന്തായാലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ആയാലും നമ്മുടെ ബ്ലാക്ക് ബീഡും അതുപോലെ തന്നെ നമ്മുടെ കക്കാഷിയും തമ്മിലുള്ള ഈ ഫൈറ്റിൻ്റെ ഔട്ട്കം
ഒരു 50-50 എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇതിലൊരു ഡ്രോ ആണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ബ്ലാക്ക് ബീഡ് അവസാനം എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഈ ഒരു ഫൈറ്റ് എങ്ങനെയെങ്കിലും ജയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് ഡ്രോ എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ കാത്തിരുന്നൊരു ഫൈറ്റാണ് നമ്മുടെ നറൂട്ടോ ഉസുമാക്കിയും മങ്കി ഡി ലൂഫിയും തമ്മിലുള്ളത്. ഈ ഒരു ഫൈറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഔട്ട്കം. ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ലൂഫിയുടെ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഗിയർ 5, ഹാക്കി, അതുപോലെ തന്നെ മറ്റുള്ള ഗിയർ ഫോംസ്, ഇതൊക്കെയാണ് നമ്മുടെ ലൂഫിയുടെ എബിലിറ്റീസ്. ഇതേസമയം നമ്മുടെ നറൂട്ടോയുടെ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ KSM മോഡ് ഉണ്ട്, പേരിയൻ മോഡ്, അതുപോലെ തന്നെ നമ്മുടെ സേജ് മോഡ്. പിന്നെ ഒരുപാട് പവേഴ്സും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ജുട്സൂസ് ലൈക്ക് റസിങ് ഷുറിക്കാൻ, റസിങ്ക, ഒരുപാട് പവർഫുൾ ജുട്സൂസും നമ്മുടെ നറൂട്ടോയുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫൈറ്റ് രണ്ടുപേരുടെ സ്ട്രോങ്ങസ്റ്റ് ഫോമിലാണ് നടക്കുന്നതെങ്കിൽ രണ്ടുപേരും നേരിടാൻ പോകുന്നുള്ളൊരു പ്രശ്നം ടൈം ലിമിറ്റാണ്. പക്ഷേങ്കിൽ നമ്മുടെ ലൂഫിയുടെ സ്ട്രോങ്ങസ്റ്റ് ഫോം ആയിട്ടുള്ള ഗിയർ 5നേക്കാളും ഒരുപാട് പവർഫുള്ളാണ് നമ്മുടെ നറൂട്ടോയുടെ പേരിയൻ മോഡ്. ഈ ഒരു എബിലിറ്റി വെച്ച് നമ്മുടെ നറൂട്ടോ ഗോഡ്സുമായിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിയുടെ എബിലിറ്റീസും അതുപോലെ തന്നെ ലൂഫിയുടെ റിയാലിറ്റി ബെൻഡിങ് പവേഴ്സും ഒന്നും തന്നെ നമ്മുടെ നറൂട്ടോനെതിരെ വർക്കാവുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിൽ ഇപ്പോൾ നമ്മുടെ നറൂട്ടോ വിൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ലൂഫിയുടെ ഫുൾ പവേഴ്സ്, നിക്ക ഫ്രൂട്ടിൻ്റെ ഫുൾ പവേഴ്സ് നമ്മുടെ ലൂഫി അവേക്കൺ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈറ്റിൻ്റെ ഔട്ട്കം ഒരു പക്ഷേ മാറിയേക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ നറൂട്ടോ ജയിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏകദേശം 8K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ പറ്റിയത്. നമുക്ക് പെട്ടെന്ന് തന്നെ 10K അടിക്കണം. നിങ്ങളോട് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.